തീറ്റ കഴിഞ്ഞിട്ട് കയറി ഞാൻ കിടന്നു. ഇന്ന് ഞായറാഴ്ചയാ, ഇനി ആരാധനയ്ക്ക് പോകണ്ടല്ലേ. അവൾ ഇതുവരെ എഴുന്നേറ്റിട്ടും ഇല്ല. ഈ പാത്രമെങ്കിലും ഒന്ന് കഴുകി തന്നിരുന്നെങ്കിൽ എന്തോ ചെയ്യാനാന്ന് പറ. മോളെ എടി കൊച്ചേ ആനി, എടി മോളെ എഴുന്നേക്കടി. ഞാൻ പാത്രം കഴുകാം. നമ്മൾ ഈ പാത്രമൊക്കെ കഴിഞ്ഞാൽ എന്നാ ചായ ഇട്ട കേട്ടോ. നീ പപ്പനെ വിളിക്ക്, പപ്പയോട് ചോദിക്ക് ആരാന്നിട്ട് വരുന്നോന്നോ. അവിടെ ഇരിപ്പുണ്ട് രാവിലെ. സമയം കുറെ ആയല്ലോ, ഇതുവരെ ചായ കിട്ടിയില്ല. എന്തെടുക്കും അവിടെ? ആ കുറെ നേരമായി ചായക്ക് പറഞ്ഞിട്ട്. പിതാവിനും രണ്ടാനമ്മയ്ക്കും കഠിന തഴവും പിഴയും. വിധി 11 വർഷത്തിന് ശേഷം കുട്ടി ഇപ്പോഴും ആശുപത്രി. ഞായറാഴ്ച അല്ലായിരുന്നു പപ്പ, അടുക്കള ഒത്തിരി പണിയുണ്ടായിരുന്നു. ഓ എന്നാലും ഇത്ര വേണോ സമയം? എപ്പോ ഞാൻ പറഞ്ഞ ഒരു ഗ്ലാസ് ചായക്ക്. പപ്പ വരുന്നില്ലേ പള്ളി? ഇല്ല കുഞ്ഞ, ഇന്ന് വരുന്നില്ല ഞാൻ. ഇന്നേ എനിക്ക് 1-2 അത്യാവശ്യമായിട്ട് പോണം, അതുകൊണ്ട് ഇന്ന് ഞാൻ വരുന്നില്ല. മമ്മി വിളിക്കുന്നുണ്ടേ. നീ എന്തിനാണ് നീ എന്നെ വിളിച്ചതാ? ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് 1-2 പേരെ കാണണം, എനിക്ക് അത്യാവശ്യം ചില കാര്യങ്ങളുണ്ട്, എനിക്ക് പോകണമെന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞത്. നിനക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? പക്ഷെ ആരാധനയ്ക്ക് പോകാനായിട്ട് വരുന്നോന്നാ ചോദിച്ചത്. അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. നടന്നോ തമ്പുരാനെ വിളിച്ച് പിടിക്കും. അപ്പൊ കിടന്ന് കയ്യും കാലും ഇട്ട് അടിക്കത്തേ ഉള്ളൂ. ഞാൻ പോകേണ്ട അത്യാവശ്യ കാര്യത്തിന് ഞാൻ ഇന്ന് പള്ളി വന്നിരുന്ന ഈ കാര്യങ്ങൾ നടക്കുവോ? ആരാധന മുടക്കിയുള്ള പരിപാടിയൊക്കെ നിർത്തി വെക്കേ. അത്യാവശ്യം പോകേണ്ടതിന് പോകണം. എന്തേലൊക്കെ കാണിക്കും, എന്നിട്ട് തമ്പുരാൻ അടി വാങ്ങിച്ചു കിട്ടും. നീ എന്നാ അവനെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്. അവനവിടെ ഉറങ്ങുക. അത് ചെയ്ത ഞാൻ കൊണ്ടുപോകും. അപ്പനും കണക്കാ മോനും കണക്കാ, പറഞ്ഞിട്ട് എന്ത് കഥ. ഇങ്ങനെ അപ്പനെ കണ്ടല്ലേ മക്കള്. ഇത് തള്ളമാരാ മക്കളെ നോക്കണ്ടേ, അപ്പനല്ല മക്കളെ പുറകെ നടക്കണ്ടേ. തള്ളമാര് വളർത്താൻ തന്നെ കുഴപ്പമാ. അപ്പനല്ല പുറകെ നടക്കണ്ടേ. അപ്പന് പല കാര്യങ്ങളുണ്ട്. തള്ളമാരാ എല്ലാം നോക്കണ്ടത് ഇപ്പൊ. അപ്പന്മാർക്ക് ഒരു റോളും ഇല്ല കുടുംബത്തെ. ഇന്നലെ ഞാൻ പറഞ്ഞതാ, പിന്നെയും പോണ രാവിലെ മുതൽ. മോളെ അതെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കണോ? ഞാൻ വരുന്നില്ല. എന്തേലും കാണിക്കും. ഇല്ല ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. പറ്റത്തില്ല, ഇങ്ങോട്ട് വാ. എന്നിട്ട് വാ, പള്ളി പോകണം. ഞായറാഴ്ചയില്ലേ, പള്ളി പോകണം. എന്നിട്ട് വാ. ഞാനിന്ന് വരുന്നില്ല, നിങ്ങൾ പൊക്കോ. ഞാൻ കഴിക്കാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങള് പള്ളി പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് വാ, പള്ളി പോണം. വാ. സമയം പാസ്റ്റിന് എന്തോ പറയുമ്പോ എന്തോ. നമ്മളെ വേഗം ഇതുകൂടെ ഒന്ന് ഇടിച്ചു കയറിയേക്കുന്നേ. രാവിലെ ആരാധനയ്ക്ക് വരാൻ വേണ്ടി ഭാര്യയും അമ്മയും കൂടെ വിളിച്ചതാണ്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കവലയ്ക്കും കണ്ട് പോയതാണ്. അവിടെ വെച്ച് കൂട്ടുകാരെ കണ്ടിട്ട് നിർത്തി. അവിടുന്ന് കവലയിൽ നിന്ന് വീണ്ടും വണ്ടിയെടുത്ത് തിരിച്ചപ്പോണ്ട് പിന്നെ രഥത്തിൽ ഞാൻ സ്വർഗയാ
നമ്മുടെ സഹോദരൻ അജി പരിചയമുള്ളവരും അദ്ദേഹവുമായി അടുത്ത് ഇടപെട്ടവരും അദ്ദേഹത്തെക്കുറിച്ചുള്ളതായ ഓർമ്മകൾ ഇപ്പോഴും താലോലിക്കുകയൊക്കെ ചെയ്യുന്നതായ അനേകരെ സന്ദർഭത്തിലുണ്ട്, ഇവിടെയുണ്ട്. എല്ലാവർക്കും നമുക്ക് അവസരം കൊടുക്കുവാൻ സാധിക്കുകയില്ല എങ്കിലും പ്രിയ ബ്രദർ അജിയുമായിട്ട് ഒത്തിരി നാളത്തെ അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നതായ പ്രിയ പാസ്റ്റർ റിച്ചാർഡ് അവർ മുന്നോട്ട് വന്ന് അനുശോചനമായിട്ട് ഇപ്പോൾ 2 വാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും. ദേവദാസനെ അതിനായിട്ട് ക്ഷണിച്ചു. தேவனுடைய நல்ல நாமத்துக்கு ஸ்தோத்திரம். இந்த துக்கமான வேலையில் ஆமென். அருமையான குடும்பத்தாருக்கு கர்த்தர் ஆறுதலையும் സമാധാനത്തെ തന്നരുളുവാറാക. അജിയുടെ ശവ സംസ്കാര ശുശ്രൂഷയുടെ ഒടുവിലത്തെ ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ദൈവികമായ സാന്നിധ്യം നമുക്ക് തണുപ്പ് നൽകി നമ്മുടെ ദുഃഖത്തെ മാറ്റുന്നതും നമ്മുടെ മുറിവുകളെ കെട്ടുന്നതുമാണ്. ഇതിൽ പങ്കെടുക്കുന്ന ഏവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ ബ്രദർ അജിയുടേതായ ശവസംസ്കാര ശുശ്രൂഷയുടെ ഒടുവിലത്തെ രംഗത്തേക്ക് നമ്മൾ വരികയാണ്. ഭാഗങ്ങൾ വായിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. ദേവദാസന്മാർ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതലുള്ളതായ വാക്യങ്ങൾ ആരംഭത്തിൽ ഒരു ദേവദാസന് വായിക്കും. അതിനുശേഷം 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 35 മുതലുള്ളതായ ഭാഗവും മറ്റൊരു ദേവദാസന് വായിക്കും. ആദ്യം 1 തെസ്സലോനിക്കർ 4:13. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുമെന്നും ഏത് വിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറുമണിയത്രേ വിതയ്ക്കുന്നത്. മണ്ണുകൊണ്ട് ഉള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. ആമേൻ. കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നു, ഒരു ഭക്തൻ്റെ ശരീരം എന്ന് പറയുന്നത് ഒരു വിത്താണ്. ആ വിത്ത് നമ്മൾ ഇവിടെ വിതയ്ക്കുകയാണ്. ജീവിതത്തെ ഇപ്പോൾ മണ്ണിന് ഏൽപ്പിക്കാം. മണ്ണിന് മണ്ണായും പൂഴിക്ക് പൂഴിയായിട്ടും നമ്മൾ ഏൽപ്പിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ നാമത്തിൽ തന്നെ. ഇതാകുന്നു നിന്റെ ജീവിതം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു വിശ്വാസം. ആരോഗ്യമുള്ള കാലത്ത്, സൗന്ദര്യമുള്ള കാലത്ത്, സമ്പത്തുള്ള കാലത്ത് തങ്ങൾക്ക് തോന്നിയതുപോലെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചു. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചു. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുകയും ഞാൻ നിങ്ങളെ കീഴിക്കളയും, വിടിപ്പാൻ ആരും ഉണ്ടാകുകയും. ചേട്ടായി, പള്ളി പോകാൻ എഴുന്നേക്ക്. ഒരു മിനിറ്റ്, ഞാനും വരുന്നുണ്ട്. കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ സന്തോഷമായ ഈ വിശുദ്ധ സഭായോഗത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ വീണ്ടും ഒരവസരം കർത്താവ് നമുക്ക് നൽകിയല്ലോ. എവരെയും യേശു കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, വന്ദനം പറയുന്നു. എന്നാൽ വിശേഷാൽ നമുക്ക് വളരെ സന്തോഷവും ദൈവസന്നിധി വളരെ നന്ദിയുമുള്ളതായ ഒരു ദിനമാണ്. നമ്മുടെ
നമ്മുടെ ഒരു സഭായോഗമാണ്. കാരണം നമ്മുടെ പ്രിയ സഹോദരൻ റജി എന്നാൽ നമ്മുടെ മധ്യത്തിലായിരിക്കും. നമ്മൾ അറിയുന്നത് പോലെ ചില നാളുകളായിട്ട് താൻ ആത്മീയ കാര്യങ്ങളിൽ പുറകോട്ടായിരുന്നു, അല്പം ക്ഷീണാവസ്ഥയിലായിരുന്നു. തൻ്റെ ജീവിത സാഹചര്യങ്ങൾ, കൂട്ടുകെട്ടുകൾ, അതുപോലെയുള്ളതായ തൻ്റെ ചില ദൂഷ്യ സ്വഭാവങ്ങൾ നിമിത്തമായിട്ട് ദൈവസന്നിധിയിൽ വരുവാൻ കഴിയാതിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവം തന്നോട് ഇടപെട്ടു. ദൈവത്തിൻ്റെ കരം തനിക്ക് വെളിപ്പെട്ടു. ദൈവസ്നേഹത്തിൻ്റെ ആഴം എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. മനുഷ്യ ജീവിതത്തിൻ്റെ നശ്വരമായ അവസ്ഥകളെ വളരെ കൃത്യമായി വ്യക്തമായി പ്രിയ സഹോദരൻ തിരിച്ചറിയുകയും ദൈവം തനിക്ക് വീണ്ടും ഒരു അവസരം നൽകി ഇന്ന് താൻ കുടുംബമായിട്ട് റജി നമ്മുടെ മതത്തിലായിരിക്കുന്നതിൽ വളരെ സന്തോഷം. അദ്ദേഹത്തെ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുന്നു. തനിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമുക്കൊരു നിമിഷം പ്രിയ സഹോദരന് വേണ്ടി, അജിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. അവരെ അതിനായിട്ട് മുന്നോട്ട് ക്ഷണിക്കാം. കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഒരു പുനഃസമർപ്പണം, ഒരു പുനഃപ്രതിഷ്ഠ നടത്തുന്ന ഈ കുടുംബത്തെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്നേഹിക്കുന്ന കർത്താവ് റജിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് തോന്നിയതുപോലെ പല വഴികളിൽ സഞ്ചരിച്ചു. ജീവിതത്തിൻ്റെതായ ആ ദുർഘടമായ അവസ്ഥ ദൈവം തനിക്ക് വെളിപ്പെടുത്തി ഒരു മടങ്ങി വരവ് കർത്താവ് നൽകിയിരിക്കാൻ സ്തോത്രം എന്ന് ഞങ്ങൾ സന്ധ്യയായി അവിടുത്തെ മകൻ അജിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ഇന്ന് പകൽ തനിക്കൊരു പുനഃസമർപ്പണം, ഒരു പ്രതിഷ്ഠ കർത്താവ് നൽകിയതിനായിട്ട് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള നാളുകൾ ദൈവസഭയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണം. അവിടുത്തെ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ.